വന്യജീവി ആക്രമണം തടയാൻ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കാൻ ഉന്നതതല യോഗത്തിൽ തീരുമാനം. വനമന്ത്രി എ കെ ശശീന്ദ്രന്റെ നേതൃത്വത്തിലാണ് യോഗം ചേർന്നത്. ആഴ്ചയിൽ 3 ദിവസങ്ങളിൽ 3 മേഖലകളിൽ തെരച്ചിൽ നടത്തുമെന്ന് എ കെ ശശീന്ദ്രൻ പറഞ്ഞു. 6 മേഖല ഡ്രോൺ സംവിധാനങ്ങൾ ഏർപ്പെടുത്തും. വനത്തിലെ അടിക്കാടുകൾ വനംവകുപ്പ് തന്നെ നീക്കം ചെയ്യാനും ധാരണയായതായി മന്ത്രി പറഞ്ഞു. ഇവിടുത്തെ വിവിധ വകുപ്പുകളുമായി സഹകരിച്ച് വനംവകുപ്പ് ആ ദാരുണ സംഭവത്തിനിടയാക്കിയ കടുവയെ പിടിക്കാൻ തീവ്ര ശ്രമമാണ് നടത്തിയത് എന്നതിന് നിങ്ങളെല്ലാവരും സാക്ഷികളാണ്. എന്നിരുന്നാലും അതിൽ കാലതാമസമുണ്ടായി എന്നത് വസ്തുതയാണ്. പക്ഷെ അത് ഫലപ്രാപ്തിയിലെത്താത്തത് കൊണ്ട് ഉണ്ടായിട്ടുള്ള പ്രതിഷേധവുമാണ്. ഇന്നലെ രാവിലെ വനം വകുപ്പിലെ വനം മേധാവി ഉൾപ്പെടെ വനം വകുപ്പിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി, അഡീഷണൽ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ടുള്ള ഒരാലോചനാ യോഗമാണ് നമ്മൾ നടത്തിയത്. ആ യോഗത്തിൽ വെച്ചാണ് നിയമവിദഗ്ധന്മാരുമായി കൂടി ആലോചിച്ച് നിയമത്തിലെ വഴികൾ ഉപയോഗിച്ച് തന്നെ ഈ കടുവയെ വെടിവെച്ചു കൊല്ലണമെന്ന ജനകീയ ആവശ്യം അംഗീകരിക്കാൻ തീരുമാനിച്ചത്.